എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവന്തൂസ് കിച്ചൺ. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക മസാലയാണ്. അത് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് ആവശ്യമായ ചേരുവകൾ: വെണ്ടയ്ക്ക ഒരു 1/4 കിലോ നീളത്തില്, 1 ഇഞ്ച് നീളത്തില് ഇങ്ങനെ മുറിച്ച് വെക്കുക. ഒരു വലിയ സവാള നല്ല കനം കുറച്ച് അരിഞ്ഞതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണിത്. ഇത് 1 ടീസ്പൂൺ അയമോദകമാണ്, അജുവൈൻ എന്ന് പറയും, അത് വേണം. ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ്. 1 ടീസ്പൂൺ ജീരകം, ഇത് നല്ല ജീരകമാണ്, ചെറുത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു വലിയൊരു തക്കാളി അരച്ചെടുത്തതാണ്. ഒരു 1/4 കപ്പ് തൈര് വേണം. ചെറുനാരങ്ങ നീര്, മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ. സ്റ്റവ് ഓൺ ചെയ്ത് നമ്മൾ ഒരു പാൻ അടുപ്പിച്ച് വെക്കുക. നമുക്കിത് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സോഫ്റ്റ് ആയിട്ട് വരണം. 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയം ആഡ് ചെയ്യാണ്. ഒന്ന് 1 മിനിറ്റ് ഒന്ന് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് തയ്യാറാവുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലയും തയ്യാറാക്കാം. വേറൊരു പാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് മസാല തയ്യാറാക്കാനുള്ള എണ്ണയാണ് ആവശ്യമുള്ളത് വയ്ക്കുക. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് നല്ല ജീരകം എടുത്ത് വെച്ചത് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അയമോദകമാണ്, അജുവൈൻ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ട് കൊടുക്കുക. കുറച്ച് കായം പൊടിച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വലിയൊരു ടൊമാറ്റോ നമ്മൾ പേസ്റ്റ് ആക്കിയതാണ്, അതിലേക്ക് ആഡ് ചെയ്യുക. ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരണം നമ്മുടെ ഈ തക്കാളി, ഈ പൊടികളും എല്ലാം കൂടെ. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കേട്ടോ ഈ സമയത്തും. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക. വെള്ളം 1 കപ്പ് ആഡ് ചെയ്യുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വറ്റി വരണം. വെള്ളയ്ക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ തയ്യാറാക്കുന്നുണ്ടല്ലോ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഉപ്പ് ഇടരുത്. ഒന്ന് 5 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് തൈരിലേക്ക് നമ്മൾ ഈ ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ തക്കാളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ തക്കാളിയുടെ കൂട്ട് നമ്മൾ ഒന്ന് ഫ്ലെയിം വളരെ ലോ ആക്കി വയ്ക്കുക. എന്നിട്ട് ഈ ക്രീമും തൈരും കൂടെ ഉള്ള മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇളക്കി കൊടുക്കണം. പിരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഒട്ടും തിളയ്ക്കാൻ പാടില്ല നമ്മുടെ കറി. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ വെണ്ടയ്ക്ക മസാല തയ്യാറായി കഴിഞ്ഞു.